ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബി എസ് സി സൈക്കോളജിയും ബി എ സൈക്കോളജിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പം പേര് രണ്ടാണെന്നുണ്ടെങ്കിലും ഏകദേശം സിലബസും കാര്യങ്ങളൊക്കെ സെയിം ആണ്, ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുത്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബി എസ് സി സൈക്കോളജി എടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. മാത്രമല്ല, ഇപ്പം ചിലർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ബി എസ് സി എടുക്കാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ട് ആണ് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യു ക്യാൻ സ്റ്റിൽ ഓപ്റ്റ് ഫോർ ബി എസ് സി സൈക്കോളജി. അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഒരു കോളേജ് യൂണിവേഴ്സിറ്റീസും വെക്കുന്നില്ല. അതുകൊണ്ട് അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഇതിൻ്റെ മേജർ ഡിഫറൻസ് ആ ഒരു പേരിലാണുള്ളത്. ബി എ സൈക്കോളജി മീൻസ് ബാച്ചിലർ ഓഫ് ആർട്സ്, ബി എസ് സി മീൻസ് ബാച്ചിലർ ഓഫ് സയൻസ്. ബി എ സൈക്കോളജി എന്ന് പറയുന്നത് കൂടുതലും ഫിലോസഫിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ പാർട്ടാണ്. ബി എസ് സി സൈക്കോളജി എന്ന് പറയുമ്പം ലോജിക്കൽ റീസണിങ് ആൻഡ് സയൻറ്റിഫിക് എന്താ പറയുക അനാലിസിസുമാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ഇപ്പം സബ്ജക്ട്സിലും അങ്ങനെ ആയിരിക്കും. ബി എ പഠിക്കുന്ന കുട്ടികൾ ചില സബ്ജക്റ്റ് പഠിക്കുമെങ്കിൽ ബി എസ് സിക്കാർ അത് പഠിക്കുന്നുണ്ടായിരിക്കില്ല. എന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല, സൈക്കോളജി സെയിം തന്നെയാണ്. ഇപ്പോൾ ബി എസ് സിയിൽ ഞാൻ പഠിച്ച 3 ഇയർ കോഴ്സാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ. എനിക്ക് വേറെ കോഴ്സ് ഉണ്ടായിരുന്നത് ഫിസിയോളജിയും സ്റ്റാറ്റിറ്റിക്സും ആണ്. അപ്പോൾ ബി എ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ ആർട്സ് റിലേറ്റഡ് സബ്ജക്റ്റ്, അവർക്ക് ഫിസിയോളജി ഒന്നും കാണത്തില്ല. സ്റ്റാറ്റ് കാണുമായിരിക്കും, പക്ഷെ ഫിസിയോളജി അവർക്ക് കാണാൻ ചാൻസ് ഇല്ല. അതാണ് വ്യത്യാസം. പിന്നെ നിങ്ങൾ ബി എ പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എം എസ് സി ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഏത് പഠിച്ചാലും ഏത് വേണമെങ്കിലും എടുക്കാം. ഈ ബി എ ബി എസ് സി ഡിഫറൻസ് പണ്ടാണ് ഉണ്ടായിരുന്നത്. അതായത് പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എത്ര വർഷം പുറകിലാണെന്ന് എനിക്കറിയില്ല. ഈ ഒരു കോഴ്സ് തുടങ്ങിയ സമയത്ത് ബി എ സൈക്കോളജി എന്ന് പറയുന്നത് നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ബി എസ് സി പറയുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും ആയിരുന്നു ഇത് മേജറായിട്ടും എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് മാറി ബി എയും ബി എസ് സിയും ഏകദേശം സെയിം ആക്കുകയാണ്. പിന്നെ ബി എസ് സിക്ക് അങ്ങനെ സയൻസിൽ പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അവർക്കത് ഓപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലോട്ട് വന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ചില യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ചില കോളേജിൽ ഇപ്പം നമ്മൾ പ്ലസ് ടുവിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത കുട്ടികളെക്കാട്ടിയും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് ചിലപ്പോൾ വെയിറ്റേജ് പോകാൻ ചാൻസ് ഉണ്ട് അഡ്മിഷൻ്റെ സമയത്ത്. മനസ്സിലാവുമല്ലോ. അപ്പം വെയിറ്റേജ് ചിലപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്കായിരിക്കും. ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ സിലബസിലാണെങ്കിലും അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല, ഏകദേശം സെയിം തന്നെയാണ്. ഞാൻ കുറച്ച് ബി എ പഠിച്ച കുട്ടികളുടെ അടുത്ത് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞ ഏകദേശം സിലബസ് സെയിം ആണ്. സൈക്കോളജിയിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളും കണ്ടന്റൊക്കെ സെയിം ആണ്. പക്ഷെ ഇപ്പോൾ 4 ഇയർ ആണ്. ഇപ്പോൾ ബി എ ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും 4 ഇയർ ആണ്. പുറത്തൊക്കെ ബി എ എന്ന് പറയുന്നത് ഓൾറെഡി നേരത്തെയും 4 ഇയർ തന്നെയായിരുന്നു. ഇപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റീസും 4 ഇയർ ഡിഗ്രിയിലേക്ക് ചേഞ്ച് ആയി. എനിക്ക് തോന്നുന്നില്ല 3 ഇയർ ഡിഗ്രി സ്റ്റിൽ എക്സിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ട്, നിങ്ങളുടെ കരിയറിനെ പറ്റി ടെൻഷൻ ഉണ്ട്, നിങ്ങൾ കൊമേഴ്സിൽ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടിയാണ്, നിങ്ങൾക്ക് ബി എസ് സി സൈക്കോളജി എടുത്താൽ അത് പഠിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സിലബസ് അലുമിനി സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ച് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ സിലബസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ സിലബസാണ്. ഇപ്പം ഞാൻ പഠിച്ചത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്. കേരള യൂണിവേഴ്സിറ്റിയിലെ സിലബസുകളായിരുന്നില്ല എം ജിയിലും കാലിക്കറ്റിലും വരുന്നത്. അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും സിലബസ് വളരെ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് റിസർച്ച് ചെയ്യും. ഇപ്പം എൻ്റെ സിലബസ് എനിക്ക് പറഞ്ഞിട്ട് എൻ്റെത് കുറച്ച് എളുപ്പമായിരുന്നു, പഠിച്ചെടുക്കാൻ കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിൻ്റെ സിലബസ് ചിലപ്പം എളുപ്പമാവണം എന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ 4 ഇയർ ആയതുകൊണ്ട് എന്തൊക്കെയോ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് സമയം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കത് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. മൊത്തത്തിൽ അവർ അടിമുടി മാറ്റിയിട്ടുണ്ട്. സിലബസും സബ്ജക്ട്സും എന്താ പറയുക ആ ഒരു സംഭവങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം എടുക്കും. അപ്പം ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 4 ഇയർ ഡിഗ്രിയുടെ സിലബസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. അതാണ് ബി എ സൈക്കോളജി ബി എസ് സി സൈക്കോളജി തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾ ഇപ്പം പേടിക്കേണ്ട, നിങ്ങൾ നോൺ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബി എസ് സി സൈക്കോളജി എടുക്കാം. പക്ഷെ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ 10 കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിയിൽ അത്രയും താല്പര്യമുണ്ട്, അത്രയും ഡിറ്റർമിനേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ ഒരു കൺഫ്യൂഷനിലോട്ട് പോകുന്നത്? നേരെ സയൻസ് അങ്ങ് എടുക്കുക, ബയോമാക്സ് തന്നെ എടുക്കുക.
അപ്പം നമുക്ക് ആ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം നേരത്തെ അങ്ങനെ സൈക്കോളജിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ അവർ ഉറപ്പായിട്ടും സയൻസേ എടുക്കുകയുള്ളൂ. കാരണം ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഓക്കെയാണ്, പക്ഷെ ഒരു സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലാണ് നല്ലത്. വെയിറ്റേജ് ആണെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യുക, വെറുതെ ഒരു കൺഫ്യൂഷനിലേക്ക് പോവണ്ടല്ലോ. പിന്നെ ജോബിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ BA ആണെങ്കിലും BSc ആണെങ്കിലും MA MSc കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർച്ചിന് പോവാം, അല്ലാതെ നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡിലോട്ട് പോവാം. അതായത് ഈ B.Ed എടുത്തിട്ട് ടീച്ചിങ് ഫീൽഡിലോട്ട് പോവാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് MSc കഴിഞ്ഞിട്ട് ഗസ്റ്റ് ലെക്ചറർ ആയിട്ടും പോവാം കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തെറപ്പി എടുക്കാം, അതായത് തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ ആയിട്ട് പോവാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കാര്യം ആലോചിച്ചിട്ടൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. ഇതൊരു ഗ്രോയിങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ അത് നന്നാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ HR ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണ് ഇരിക്കുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് BA എടുത്താലേ ഇങ്ങനെ പറ്റൂ, BSc എടുത്താലേ അങ്ങനെ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് BA എടുത്തോ BSc എടുത്തോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ BA സൈക്കോളജി ഓഫർ ചെയ്യുന്ന കോളേജസും യൂണിവേഴ്സിറ്റീസും വളരെ കുറവാണ്. ഇപ്പം പുതിയതായിട്ട് വരുന്ന ഇപ്പം സൈക്കോളജി സൈക്കോളജി കോഴ്സുള്ള ഏതൊരു കോളേജ് ഇപ്പം വരുന്നുണ്ടെങ്കിൽ അവർ BSc ആണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഈ RCA ഇടയ്ക്കിടയ്ക്ക് ഓരോ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് പറഞ്ഞു BA പഠിച്ച കുട്ടികൾക്ക് MA ക്ലിനിക്കൽ സൈക്കോളജി എടുക്കാൻ പറ്റില്ല, അതായത് MPhilന് പകരമുള്ള കോഴ്സാണ്, അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരത് ക്യാൻസൽ ചെയ്തു. പിന്നെ പറഞ്ഞു BSc ബാക്കിയുള്ളവർക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതുകൊണ്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോവാം. 10 കഴിഞ്ഞിട്ട് സയൻസ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് BSc എടുക്കുക. അതാണ് ഏറ്റവും നല്ല സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. വെറുതെ ഒരു കൺഫ്യൂഷനിലേക്ക് ആവശ്യമില്ല. ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്, വേറെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അടുത്ത വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം സൈക്കോളജി റിലേറ്റഡുള്ള. നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ കുറച്ച് പേര് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം, ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ സൈക്കോളജി എടുക്കുന്നവർ ധൈര്യമായിട്ട് എടുത്തോ. നിങ്ങൾ നല്ലൊരു പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഫീൽഡിൽ ത്രൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ റീസെൻറ്റ് വീഡിയോസിലായിട്ടൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ദാറ്റ് ഹെൽപ്പ് സം ഓഫ് യു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.